Good morning, students. Today we are discussing about professionalism. Professionalism has to do with the way a person conducts himself or herself in the workplace. Professional workplace behavior, and it is necessary for the long-term success of a business. എന്താണ് പ്രൊഫഷണലിസം? ഒരു വർക്ക് പ്ലേസിൽ ഒരു പ്രൊഫഷണൽ ഷോ ചെയ്യേണ്ട ബിഹേവിയറിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഒരു വർക്ക് പ്ലേസിൽ ഒരു പ്രൊഫഷണലിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ബിസിനസ്സിൻ്റെ ലോങ് ടേം സക്സസ്സിനെ തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. There are 4 key elements that demonstrate a professional attitude. ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന 4 പ്രധാന എലമെൻറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വർക്ക് പ്ലേസിൽ ഷോ ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയറിനാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 ബിഹേവിയർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്റ്റ്. പ്രൊഫഷണൽ ഷുഡ് റിമൈൻ കാം ആൻഡ് സ്പീക്ക് റെസ്പെക്റ്റ്ഫുള്ളി ടു എവരി വൺ ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത്. ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് കാം ആയിരിക്കണം, എപ്പോഴും മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. സെക്കൻഡ് വൺ, കീപ്പ് യുവർ വേർഡ്. പ്രൊഫഷണലിസം ഈസ് ബേസ്ഡ് ഓൺ trust. Whether a company make a commitment, a team promises something, or an individual says they will do something, or keeping that commitment is fundamental to establishing professionalism. അതായത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു പ്രൊഫഷണൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഓൾവേസ് കീപ് ദാറ്റ് പ്രോമിസ്. ആ പ്രോമിസ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദെൻ ബി ലോയൽ. ഇഫ് സം വൺ ഹെൽപ്പ്, റെക്കഗ്നൈസ് ആൻഡ് സപ്പോർട്ട് അതേഴ്സ്, ദെൻ ദേ വിൽ ബി റിഗാർഡഡ് ആസ് ലോയൽ പ്രൊഫഷണൽ പേഴ്സൺ. ഒരു പ്രൊഫഷണൽ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എപ്പോഴും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾക്ക് ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട് ലോയൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെന്ന് പറയാൻ സാധിക്കും. ദെൻ ഫോർത്ത് വൺ, എക്സീഡ് എക്സ്പെക്റ്റേഷൻ. ടു എക്സീഡ് മീൻസ് ടു ഗോ ബിയോണ്ട് ഓർ ടു ഗോ ടു ഫാർ. അതായത് ഒരു പ്രൊഫഷനിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ട്. ആ ലെവൽ ഓഫ് പെർഫോമൻസിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ബിഹേവിയർ ഷോ ഒരു പേഴ്സണൽ ഓർഗനൈസേഷനിൽ കാണിക്കുമ്പോഴാണ് അവിടെ നമ്മൾ എന്തുണ്ടെന്ന് പറയുന്നത്, പ്രൊഫഷണലിസം ഉണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്. As already said, professionalism is very necessary for the business and it determines the long-term success of the business. Then what are the importance of professionalism in business? First one, it establishes appropriate boundaries. Professionalism in the workplace establishes appropriate boundaries between what is considered appropriate office behavior and what is not. ഏതൊക്കെയാണോ ഒരു ഓഫീസിൽ കാണിക്കേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്നും ഏതൊക്കെയാണ് കാണിക്കാൻ പാടില്ലാത്തതെന്നുമുള്ള ഒരു കറക്റ്റ് ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ ഏത് സഹായിക്കുന്നു, പ്രൊഫഷണലിസം സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലിൻ്റെ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. തേർഡ് വൺ, പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ accountability. Professionalism in business promote and maintain accountability among professionals. പ്രൊഫഷണൽസിനെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കാനും സഹായിക്കുന്ന ഒന്നാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, എസ്റ്റാബ്ലിഷ് റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് യുവർ സെൽഫ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എസ്റ്റാബ്ലിഷ് റെസ്പെക്ട് ഫോർ അതോറിറ്റി ഫിഗേഴ്സ്, ക്ലയൻറ്റ്സ് ആൻഡ് കോവർക്കേഴ്സ്. അതായത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, അതോറിറ്റിയെ ആയിക്കോട്ടെ, ക്ലയൻറ്റിനെ ആയിക്കോട്ടെ, വർക്കേഴ്സിനെ ആയിക്കോട്ടെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ബൂസ്റ്റ് റെസ്പെക്റ്റ് ആൻഡ് മിനിമൈസ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ആർ ലെസ് ലൈക്ലി അറൈസ് ഇൻ എ പ്രൊഫഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു പ്രൊഫഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്.
കാരണം അവിടെ എല്ലാവരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അങ്ങനെ ബഹുമാനിക്കുമ്പോൾ റെസ്പെക്റ്റ് ഉള്ള സ്ഥലത്ത് തന്നെ കോൺഫ്ലിക്റ്റ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. Then next we are discussing important soft skill for a business success. First of all, what is skill? Skill is the ability to perform an action with determined result, often with a given amount of time, energy or both. അതായത് ഒരു ഡിറ്റർമൈൻഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. ആ ഒരു ആക്ഷന് ഗിവൺ എമൗണ്ട് ഓഫ് ടൈം ആവശ്യമായിരിക്കും, എനർജി ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ആവശ്യമായിരിക്കും. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു കഴിവിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്. Then or the ability to use one's knowledge effectively and readily in execution or performance. പറഞ്ഞത് തന്നെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയുടെ നോളേജ് ഇഫക്റ്റീവായിട്ടും റെഡിലി ആയിട്ടും യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആൻ എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി അക്വയർഡ് ത്രൂ ഡെലിബറേറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റെയിൻഡ് എഫേർട്ട് to smoothly and adaptively carry out complex activities or job. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയോ ജോബോ സ്മൂത്ത്ലി ആയിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ എബിലിറ്റിയെയും കപ്പാസിറ്റിയെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് സ്കിൽ എന്ന് പറയുന്നത്. ആ ഒരു സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത് ത്രൂ ഡെലിബറേറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റെയിൻഡ് എഫേർട്ടിലൂടെ ആയിരിക്കും. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്മൂത്ത്ലി ആൻഡ് അഡാപ്റ്റീവ്ലി ക്യാരി ഔട്ട് കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ഓർ ജോബ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. ദെൻ types of skill. Mainly there are two types of skill, hard skill and soft skill. Hard skill related to specific technical knowledge and training. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടെക്നിക്കൽ നോളേജ് ആൻഡ് ട്രെയിനിങ് ആണ്. യൂഷ്വലി ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതാണ്, അക്വയേർഡ് സ്കില്ലാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സോഫ്റ്റ് സ്കിൽ. പേഴ്സണാലിറ്റി ട്രേറ്റ് സച്ച് ആസ് ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി, ടൈം മാനേജ്മെൻറ്റ് എക്സെട്ര. അതായത് നമ്മളിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. മിക്ക സോഫ്റ്റ് സ്കില്ലും ഇൻബോൺ ആണ്, അക്വയർ ചെയ്യാവുന്നതുകൊണ്ട്, പക്ഷേ മിക്ക സോഫ്റ്റ് സ്കില്ലുകളും ഇൻബോൺ ആയിട്ടുള്ള സ്കില്ലുകളാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്കില്ലുണ്ട്, ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ. നെക്സ്റ്റ് സോഫ്റ്റ് സ്കിൽ ഫോർ ദി ബിസിനസ് സക്സസ്. ബിസിനസ് സക്സസ്സിന് വേണ്ട സോഫ്റ്റ് സ്കിൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബോത്ത് ടൈപ്പ് ഓഫ് സ്കിൽ, ദാറ്റ് ഈസ് ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ ആർ നെസസറി ടു സക്സസ്ഫുള്ളി പെർഫോം ഇൻ മോസ്റ്റ് ജോബ്. ഏതൊരു ജോബും ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു ജോബും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സ്കില്ലും നമുക്ക് ആവശ്യമാണ്. ബട്ട് 85% ഓഫ് ദ ബിസിനസ് സക്സസ് ഈസ് ഡ്രിവൺ ബൈ സോഫ്റ്റ് സ്കിൽ ആൻഡ് ഓൺലി 50% ഈസ് ആട്രിബ്യൂട്ട് ടു ഹാർഡ് സ്കിൽ. അതായത് ഒരു ബിസിനസ് സക്സസിൻ്റെ 85% എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പ്രൊഫഷണലിൻ്റെ സോഫ്റ്റ് സ്കില്ലിലാണ്. 15% മാത്രമേ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെക്നിക്കൽ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ സോഫ്റ്റ് സ്കിൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹാർഡ് സ്കിൽ. ഓക്കെ, വാട്ട് ആർ ദി സോഫ്റ്റ് സ്കിൽ ഫോർ ദ ബിസിനസ് സക്സസ്? ഫസ്റ്റ് വൺ, ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. Creative and critical thinking is very important soft skill in the 21st century. ഈ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. സെക്കൻഡ് വൺ, കൊളാബറേഷൻ. ഇൻ ഓർഡർ ടു ഡെലിവർ എ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി, ടീം മെമ്പർ നീഡ് ടു കൊളാബറേറ്റ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പ്രോജക്റ്റ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ കൊളാബറേഷൻ എന്നുള്ളത് അടുത്ത ഒരു സോഫ്റ്റ് സ്കില്ലാണ്. നെക്സ്റ്റ് വൺ, കൾച്ചറൽ ഇൻ്റലിജൻസ്.
It is an individual capacity to adapt and function effectively in different cultural environment. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ എന്താ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അഡാപ്റ്റ് ആവാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒരേ കൾച്ചറിലായിരിക്കില്ല വർക്ക് ചെയ്യേണ്ടി വരിക. ഈ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് മാറ്റം വരാം. അപ്പോൾ ഏത് കൾച്ചറിൽ ചെന്നാലും അതുമായിട്ട് നമുക്ക് എന്താവാൻ പറ്റണം, അഡാപ്റ്റ് ആവാൻ പറ്റണം. അതിനെയാണ് കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചറൽ ഇൻ്റലിജൻസ് ആർക്ക് ഉണ്ടായിരിക്കണം, പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. Then next compassionate leadership. Compassion has been gradually gaining recognition as important aspects of leadership. അപ്പോൾ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്കുണ്ടായിരിക്കണം, ഈ പറയുന്ന പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ റിക്വയർഡ് ഫോർ എ പ്രൊഫഷണൽ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ഈസ് എസെൻഷ്യൽ ടു ഫോമിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് വളരെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കൽ മാത്രമല്ല, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ടത്? ആക്റ്റീവ് ലിസണിങ്, അത് മറ്റുള്ളവരെ നമ്മൾ ലിസൺ ചെയ്യണം. ബ്രീവിറ്റി, ഓൾവേസ് കീപ്പ് ബ്രീഫ്, നമ്മൾ എന്ത് പറഞ്ഞാലും അത് ബ്രീഫായിരിക്കണം. ക്ലാരിറ്റിയോടുകൂടി വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആർക്കുണ്ടായിരിക്കണം, ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മാനേജിങ് സ്ട്രെസ്. ഇഫ് സംതിങ് ഗോ റോങ് ഓർ ഓഫ് റിതം ദെൻ തിങ്ക് കാംലി ആൻഡ് ഓൺ യുവർ ഫീറ്റ്. അതായത് എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വയലൻ്റ് ആവരുത്. എന്തായിരിക്കണം, വളരെ കാമായിരിക്കണം. വളരെ കാമായിട്ട് ചിന്തിച്ച് നമ്മൾ തന്നെ അതിനെന്ത് കണ്ടുപിടിക്കണം, സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് മാനേജിങ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ ടൈം മാനേജ്മെൻറ്റ്. എവരി വൺ തിങ് ഡൺ യെസ്റ്റർഡേ. എല്ലാവർക്കും എന്താണ് വേണ്ടത്? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ആരെങ്കിലും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമുക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കും, ഇന്നലെയെ നമ്മൾ ചോദിക്കും അത് റെഡി ആയോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ചെയ്ത് കിട്ടണം. അത് ടൈം മാനേജ്മെൻറ്റ് അത് ആർക്കുണ്ടായിരിക്കണം, ഒരു സക്സസ്ഫുൾ പ്രൊഫഷണലിനുണ്ടായിരിക്കേണ്ട സോഫ്റ്റ് സ്കില്ലാണ്. കോൺഫിഡൻസ്, ഓൾവേസ് ബി കോൺഫിഡൻ്റ് ആയിരിക്കണം ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദെൻ പെർസെപ്ഷൻ, ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ മീൻസ് മറ്റുള്ളതിനെ നമ്മൾ നോക്കിക്കാണുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് പെർസീവ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദെൻ ഇൻ്ററാക്റ്റീവ് സ്കിൽ. യു കാൺ കൺട്രോൾ ഹൗ അതർ ബിഹേവ് ബട്ട് യു ക്യാൻ ഡിസൈഡ് ഹൗ യു റിയാക്ട്. ഇവിടെ പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സ്വഭാവത്തെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഏത് മാത്രമാണ്, നമ്മുടെ റിയാക്ഷനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരുമായിട്ട്, അത് അതോറിറ്റി ഫിഗർ ആയിക്കോട്ടെ, ക്ലയൻ്റ് ആയിക്കോട്ടെ, കോവർക്കേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം, ഈ പറയുന്ന പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സോഫ്റ്റ് സ്കിൽ റിക്വയർഡ് for business success. Okay, thank you.